ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് കൂന്തൽ റോസ്റ്റ് ആക്കണം എങ്ങനെയെന്ന് നോക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിങ്ങനെ അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞങ്ങാണ്ട് പാത്രത്തിയിട്ട് അങ്ങനെ ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ വേഗം എണ്ണ കൊഴിച്ച് അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ല വഴറ്റണുണ്ട്. പിന്നെ ഉള്ളി എല്ലാം വാടോളം നമ്മൾ മിക്സ് ചെയ്യണം. അങ്ങനെ ഉള്ളിയൊക്കെ ചീനച്ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഞാൻ എന്ത് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട വേഗം വാടി കിട്ടുമല്ലോ, അങ്ങനെ ലേശം വേഗം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യേ, സബ്സ്ക്രൈബൊക്കെ മറക്കാതൊക്കെ ഒന്ന് ചെയ്യേ. അങ്ങനെ ഞാൻ പിന്നെ നല്ലെന്ന് ഇതാക്കി പിന്നെ കുറച്ചൊന്ന് ഇതായതിൻ്റെ ശേഷം വാടിയതിൻ്റെ ശേഷം ഞാൻ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഞാനൊരു 5 മിനിറ്റ് മൂടി വെച്ച് തീ കുറച്ച് വെച്ചങ്ങാണ്ട് നല്ലപോലെ ഒന്ന് വെന്തോട്ട് വെച്ചിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ അതൊക്കെ ഉള്ളിയൊക്കെ ഇതാക്കി റെഡിയാക്കിയിട്ട് മൂടി വെച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുക വെച്ചിട്ട് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വാടിയിക്കണ്. അതെല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ പിന്നെ ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലേശം മുളകുപൊടി, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്ത് എല്ലാ പൊടികളൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ല വഴറ്റുന്നുണ്ട്. വേപ്പിൻ്റെ ഇലയും ചപ്പും പുതിനൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. നമുക്ക് കൂന്തളൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അങ്ങനെ ഇത് കുറച്ച് കട്ടിയുള്ള ഒരു കൂന്തൾ ഐറ്റമാണ്. അപ്പോൾ അത് കുറച്ച് വേവാണ്ട് കൂന്തൾ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് മസാലയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ വേഗം നല്ല മിക്സ് ചെയ്ത് അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് വേഗം കൂന്തൾ കഴുകി വെച്ചിരുന്നല്ല അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ പിന്നെ നല്ല മിക്സ് ചെയ്ത്. അപ്പോൾ രാത്രിക്കൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ കുറച്ച് മതിയല്ലോ, എന്നിട്ട് തന്നെ ബാക്കിയായിന്ന്. അങ്ങനെ പിന്നെ രാവിലെ പിന്നെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെക്കി. അങ്ങനെ പിന്നെ നല്ല മിക്സ് ചെയ്ത് അങ്ങനെ കുറച്ച് നിലത്തേക്ക് വീണ് മസാല പിന്നെ അയക്കാൻ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ നല്ല എല്ലായിടത്തേക്കും മസാല ആവുന്ന രീതിയിൽ എല്ലായിടത്തേക്കും ആക്കി കൊടുത്ത് അങ്ങനെ ലേശം വെള്ളം ഒഴിച്ചിങ്ങാണ്ട് വേവിക്കാൻ വെക്കുക. ഞാൻ പറഞ്ഞില്ല കൂന്തൽ കുറച്ചൊരു വേവുള്ള ഐറ്റം കൂന്തൽ കട്ടിയുള്ളൊരു കൂന്തലുണ്ടല്ലോ, അങ്ങനെ അതേന്ന്. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഒന്ന് മൂടി വെച്ച് അങ്ങനെ കുറച്ച് ഈ വെള്ളം വറ്റുവോളം ഒന്ന് മൂടി വെച്ചങ്ങാണ്ട് നല്ല വേവിച്ചെടുത്ത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കമൻറ്റിലൊക്കെ എഴുതി അറിയിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ അതേപോലെ ലോങ് വീഡിയോ ഒക്കെ പോയിട്ട് കാണുക എല്ലാവരും. ഇനി സബ്സ്ക്രൈബൊക്കെ കാണാതെ ഇരുന്ന് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെറുതെ പോയിട്ടൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്താളി. അപ്പോൾ വീഡിയോ ഒക്കെ എത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അങ്ങനെ പിന്നെ നല്ല അടിപൊളി കൂന്തൽ ഫ്രൈൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് എല്ലാ വീഡിയോ ഒക്കെ പോയി കാണുക.